എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ കോതമംഗലം നിയമസഭാ മണ്ഡലം ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള മണ്ഡലമാണ്. ഇടുക്കി ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന മണ്ഡലം കൂടിയായ കോതമംഗലം അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളിലും കാതലായ മാറ്റങ്ങളോടെയാണ് മുന്നേറുന്നത്. നവകേരളം നവമുന്നേറ്റത്തിൽ ഇനി കോതമംഗലത്തെ വിശേഷങ്ങളാണ്. കോതമംഗലം താലൂക്കിൽ ഉൾപ്പെടുന്ന കോതമംഗലം നഗരസഭ, കവളങ്ങാട്, കീരമ്പാറ, കോട്ടപ്പടി, കുട്ടമ്പുഴ, നെല്ലിക്കുഴി, പല്ലാരിമംഗലം, പിണ്ടിമന, വാരപ്പെട്ടി എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് കോതമംഗലം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ എല്ലായിടത്തും എന്ന പോലെ തന്നെ കോതമംഗലം നിയോജക മണ്ഡലത്തിലും കഴിഞ്ഞ 8 വർഷക്കാലം വലിയ വികസന മുന്നേറ്റം സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പറയുന്നത്. വനസമ്പത്ത് കൊണ്ട് സമ്പന്നമായ കോതമംഗലത്തിന് വികസന രംഗത്ത് പുത്തൻ ദിശാബോധം നൽകുകയാണ് ആന്റണി ജോൺ എന്ന നിയമസഭാ സാമാജികൻ. നമുക്കറിയാം, കിഫ്ബി എന്ന സംവിധാനം പലപ്പോഴും കിഫ്ബിയെ തകർക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലടക്കം സമഗ്രമായ, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ആരും നടപ്പാക്കാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന വലിയ വൻകിട വികസന പദ്ധതികൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 8 വർഷക്കാലവും നമ്മുടെ കേരളത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിഫ്ബി നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ആഗ്രഹം കൂടിയായി ആ നിലയിൽ ഇന്ന് മാറിയിരിക്കുകയാണ്. നിരവധി ആദിവാസി സമൂഹങ്ങൾ ഉൾപ്പെടുന്ന കോതമംഗലത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്ന ഇച്ഛാശക്തിയോടെയാണ് MLA മണ്ഡലത്തിൽ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുന്നത്. മലയോര ഹൈവേയിലൂടെ മണ്ഡലത്തിന്റെ വികസനപാത തുറക്കാനുള്ള സ്വപ്ന പദ്ധതിയാണ് മണ്ഡലത്തിനുള്ളത്. ഇതിന്റെ ആദ്യ പടിയായി ഗ്രാമീണ റോഡുകളുടെ നിലവാരമുയർത്തി. കോതമംഗലത്തേക്ക് എത്തുന്ന മുഴുവൻ വിനോദസഞ്ചാരികൾക്കും മെച്ചപ്പെട്ട അനുഭവം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികൾക്കാണ് മുൻഗണന. തങ്ങളം കാക്കനാട് 4-വരിപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ മണ്ഡലത്തിന്റെ വികസനത്തിനും ടൂറിസം രംഗത്തിനും വലിയ സാധ്യതയാണ് തുറന്നിടുക. ഇവിടെ കോതമംഗലത്തെ സംബന്ധിച്ചാണെങ്കിൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ്. ഇടുക്കി ജില്ലയോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതോടൊപ്പം തന്നെ നിരവധി ആദിവാസി നഗറുകളടക്കമുള്ള ഏറെ വിസ്തൃതമായൊരു മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 8 വർഷക്കാലവും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിരവധി റോഡുകളുടെ നിർമ്മാണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓരോ റോഡിൻ്റെയും പേര് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല. നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകൾക്ക് പുറമെ ഇപ്പോൾ തങ്ങളം കാക്കനാട് 4-വരിപ്പാത, അത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്ക് തന്നെ വലിയ ഒരു വികസന സാധ്യത, അത് ടൂറിസം രംഗത്തടക്കം മറ്റ് നിരവധി മേഖലകളിൽ, പ്രത്യേകിച്ച് കാക്കനാടുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പാത എന്നുള്ള നിലയിൽ IT വികസനം അടക്കമുള്ള വലിയ വികസന സാധ്യത നൽകുന്നൊരു പദ്ധതിയാണ്.
അതോടൊപ്പം തന്നെ നിലവിലുള്ള ആലുവ മൂന്നാർ റോഡും ആലുവ മുതൽ കോതമംഗലം വരെ വരുന്ന ആലുവ മൂന്നാർ റോഡ് അത് കിഫ്ബി സാമ്പത്തിക സഹായത്തോടു കൂടി 4 വരി പാതയായി വികസിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലമേറ്റെടുക്കുന്ന നടപടികളടക്കം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ വികസനം അതും കിഫ്ബി ഫണ്ടിലൂടെ ഇപ്പോൾ നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരികയാണ്. അതിന് സമാനമായി തന്നെയാണ് ഗ്രാമീണ മേഖലയിൽ 8 പഞ്ചായത്തിലും നഗരസഭയിലും ഗ്രാമീണ മേഖലയിലടക്കം റോഡ് ഉന്നത നിലവാരത്തിലേക്ക് മാറ്റി തീർക്കുന്നതിന് വേണ്ടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആതുരസേവന രംഗത്തും കയ്യൊപ്പ് ചാർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് MLA ചുക്കാൻ പിടിക്കുന്നത്. ആദിവാസി സമൂഹം ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയിലുള്ളവരുടെ ആശ്രയമാണ് കോതമംഗലം താലൂക്ക് ആശുപത്രി. ഇവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോട് അടുത്തു കഴിഞ്ഞു. 12 കോടി രൂപ മുതൽ മുടക്കിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ 50% പൂർത്തിയായി. അതോടൊപ്പം തന്നെ കോതമംഗലത്തെ ആതുരാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കോതമംഗലം താലൂക്ക് ആശുപത്രി ഈ ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ദിവസേന ഏതാണ്ട് 1500ഓളം വരുന്ന ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആ ആശുപത്രിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ കാണേണ്ടത് ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികൾ പോലെയല്ല, ആദിവാസി സമൂഹമടക്കം ചികിത്സയ്ക്കായി എത്തുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കേണ്ടത് തീർച്ചയായിട്ടും ജനപ്രതിനിധികളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി സാമ്പത്തിക സഹായം 12 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു വലിയ വികസന പദ്ധതികളാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പണി ഏതാണ്ട് 50% ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ വൈദ്യുതി എത്താത്ത ആദിവാസി ഊരുകളിൽ വൈദ്യുതി എത്തിക്കുന്നതിനും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. സർക്കാർ ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ച് മുഴുവൻ ആദിവാസി ഊരുകളിലും വൈദ്യുതി എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതമംഗലം സബ്സ്റ്റേഷൻ്റെ അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് പൂർത്തീകരിച്ചിരുന്നു. അതുൾപ്പെടെ നിരവധി പദ്ധതികളാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈദ്യുതി മേഖലയിൽ കോതമംഗലത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ടൂറിസം ഉൾപ്പെടെയുള്ള സമഗ്രമായ എല്ലാ മേഖലയും സ്പർശിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി ഈ കോതമംഗലം മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രമാക്കാനുള്ള കർമ്മ പദ്ധതിക്കും രൂപം നൽകിയിട്ടുണ്ട്. പിന്നോക്കാവസ്ഥയിലുള്ള ആദിവാസി സമൂഹത്തിലടക്കം ഇതിന്റെ ഗുണം ലഭ്യമാകും. അതോടൊപ്പം തന്നെ നിരവധി വിദ്യാലയങ്ങൾ ഇപ്പോൾ പല്ലാരിമംഗലം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ചെറുവട്ടൂർ സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങൾ കിഫ്ബി സാമ്പത്തിക സഹായത്തോടു കൂടി ഇന്നിപ്പോൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഒരുപക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിലുള്ള വലിയ വികസന മുന്നേറ്റം സാധ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് കിഫ്ബി നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ ഒരു പൊതുവായ ആവശ്യമാണ്. നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ, ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ, വളർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ അവരെല്ലാം രാഷ്ട്രീയത്തിനതീതമായി കിഫ്ബിയോടൊപ്പം നിൽക്കണം. അതിനെ ആ ഒരു സംവിധാനത്തെ ഇല്ലാതാക്കിയാൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലുള്ള എൻ്റെ മണ്ഡലത്തിലടക്കം കേരളത്തിൽ 140
നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ പ്രവർത്തന പദത്തിലാണ്. ഇതെല്ലാം നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ തീർച്ചയായിട്ടും പൊതുസമൂഹമാകെ കിഫ്ബിയോടൊപ്പം കേരള ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മണ്ഡലത്തിന്റെ മനമറിഞ്ഞ വികസനത്തിനാണ് കോതമംഗലം സാക്ഷ്യം വഹിക്കുന്നത്. നവകേരളം നവമുന്നേറ്റത്തിലൂടെ കോതമംഗലവും തങ്ങളുടെ വികസന സങ്കല്പങ്ങൾ നെയ്തെടുക്കുകയാണ് ഭാവിയിലേക്കായി. തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് ചാലക്കുടി. ചരിത്ര പ്രാധാന്യമേറിയ ചാലക്കുടിയിൽ പ്രശസ്തമായ ആരാധനാലയങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും നിലനിൽക്കുമ്പോൾ വികസന രംഗത്തും ചാലക്കുടി വേറിട്ട് നിലകൊള്ളുകയാണ്. ആ വികസന വഴിയിലൂടെയാണ് നവകേരളം നവമുന്നേറ്റത്തിന്റെ ഇന്നത്തെ യാത്ര. ചാലക്കുടി നഗരസഭ അതിരപ്പള്ളി, കാടുകുറ്റി, കൊടകര, കൊടശ്ശേരി, കൊരട്ടി, മേലൂർ, പരിയാരം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് ചാലക്കുടി. നമസ്കാരം, ഞാൻ സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി MLA ആണ്. 25ാം വാർഷികം ആഘോഷിക്കുന്ന കിഫ്ബിക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. പശ്ചാത്തല, ആരോഗ്യ, വിദ്യാഭ്യാസ രംഗങ്ങളിലെല്ലാം വികസനത്തിന്റെ കുതിപ്പ് മണ്ഡലത്തിൽ ദൃശ്യമാണ്. 125 കോടി രൂപ ചെലവഴിച്ചുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണമാണ് ഇതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് സനീഷ് കുമാർ ജോസഫ് MLA ചൂണ്ടിക്കാട്ടുന്നു. കിഫ്ബിയുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്ന മലയോര ഹൈവേ 125 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ആ മലയോര ഹൈവേയുടെ നിർമ്മാണം ആരംഭിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ചാലക്കുടി ആനമല റോഡ്, ചിറങ്ങര ROB, അതുപോലെ ചിറങ്ങര ശബരിമല ഇടത്താവളം, വേളൂക്കര പൂവത്തിങ്കൽ റോഡ്, ആനമല മോതിരക്കണ്ണി ചാലക്കുടി റോഡ് അടക്കം കാഞ്ഞിരപ്പള്ളി പാലം, പാറക്കൂട്ടം പാലം അടക്കമുള്ള നിരവധി ഈ നാടിൻ്റെ ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം അനുവദിച്ചിട്ടുള്ളത് കിഫ്ബിയിൽ നിന്നാണ്.
ചാലക്കുടി ആനമല റോഡും പ്രധാന വികസന പദ്ധതികളിലൊന്നാണ്. ശബരിമല ഇടത്താവള നിർമ്മാണവും വിഭാവനം ചെയ്യുമ്പോൾ വികസനത്തിന്റെ മുന്നേറ്റമാണ് മണ്ഡലത്തിലുള്ളത്. വിവിധ പാലങ്ങളുടെ നിർമ്മാണവും മണ്ഡലത്തിൽ നടപ്പാക്കാൻ നടപടിയായി. സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ചാലക്കുടി മണ്ഡലം പ്രയാണം തുടരുന്നത്. നാടിന് നല്ല പാഠങ്ങൾ പകർന്നുകൊണ്ട്.
നാടിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ യാഥാർത്ഥ്യമാക്കുന്നതിൽ കിഫ്ബി നടത്തുന്ന ഇടപെടലുകൾ വളരെ അഭിനന്ദനാർഹമാണ്. ഈ ആഘോഷവേളയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ചാലക്കുടി വിവിധ നൂതന പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ സാധ്യമാകുന്നത് ജനകീയ സ്വപ്നങ്ങളാണ്, ഒപ്പം നാടിന്റെ ചിരകാല അഭിലാഷങ്ങളും.